ഉള്ളതുപോലെ സത്യം മാത്രം പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ദിൽഷാദിനെ കാണാനില്ലാത്തതും അതിനുശേഷം ദിൽഷാദിനെ കിട്ടിയതും അതിനിടയിലുണ്ടായിരുന്ന ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ആയിരുന്നു. ഇപ്പൊ ട്രെൻഡ് മാറി. അതിനുശേഷം പിന്നെ മഴക്കാലം വന്നു, മീഡിയക്ക് മഴക്കാലമായി. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ മാറി മാറി വരും ഓരോരുത്തരും. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായിട്ടൊരു യാത്രയിലാണ്. കഴിഞ്ഞ മാസമല്ലാത്ത അതിന് മുന്നത്തെ മാസം, അതായത് ജൂൺ 17-ാം തീയതി നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര പോയതാണ് ഞാനും ഫായിസും. നമസ്കാരം, നമ്മുടെ ദിൽഷാദാണ്, യാത്ര ടുഡേന്റെ ദിൽഷാദ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആളെ കാണാനില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരികയും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുക്കുകയും അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ദിൽഷാദ് ഏതോ തീവ്രവാദ ഗ്രൂപ്പിന്റെ അതിൽ കയറി ആടുമിക്കാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ദിൽഷാദ് ആരെങ്കിലും പിന്നെ മലപ്പുറത്ത് നിന്ന് ഏതെങ്കിലും സ്ത്രീയെ കാണാതായിട്ടുണ്ടോ നോക്കെ അവരെയും കൊണ്ടായിരിക്കും പോയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അയാൾ വഴിതെറ്റിപ്പോയി അയാൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളും അയാളുടെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു തരികിട പരിപാടിയാണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് വാർത്തകൾ വന്നത്. ഏതായാലും അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ദിൽഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴും വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ദിൽഷാദിനോട് പറയാനുള്ളത്, അതായത് താങ്കൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ മണ്ടത്തരം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റ് ഇട്ടതോട് കൂടിയിട്ട് താങ്കളെ കാണാതാവുന്നത്, അങ്ങനെ കാണാതായിട്ട് താങ്കളുടെ കുടുംബക്കാരാണ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്, അതുപോലെ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചത്, ദിൽഷാദിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞത്, ഇതൊക്കെ മാധ്യമങ്ങളാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ അറിയിച്ചത് നിങ്ങളുടെ വീട്ടുകാരാണ്. അപ്പോഴേ നിങ്ങളുടെ വീട്ടുകാരല്ലേ ഇതിൽ കുറ്റക്കാരൻ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കമന്റ് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നന്നാകാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളെ പറ്റി മാത്രമല്ല, ഒരു മുസ്ലിം പേര് ആരുണ്ടെങ്കിലും ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പോയിട്ട് കമന്റ് ഇടും. അങ്ങനെയുള്ള കുറെ വേട്ടാവളിയന്മാരും വൃത്തികെട്ട ടീമും നമ്മളെ ഇടയിലുണ്ട്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദിൽഷാദ് എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ടും ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിൽഷാദിനോടുള്ള അസൂയയും കുശുമ്പും കൊണ്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ദിൽഷാദിനെ അങ്ങ് എന്താ പറയേണ്ടത് കാണാതായതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ഒന്നുണ്ടോ ഒന്നുമില്ല. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു കമന്റ് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് മാത്രമാണ് അവരുടെ കണ്ണിൽ നിന്നുള്ളതാണ്. പക്ഷെ അതിനെതിരെ വന്നിട്ട് ദിൽഷാദ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. കാരണം അതൊന്നും ദിൽഷാദ് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് ഒഴിവാക്കി വിടേണ്ട സംഭവങ്ങളാണ്. ഇപ്പൊ ഞാനും വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ദിൽഷാദിന്റെ നാട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്വാൻ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളോട് ഞാൻ ചോദിച്ച എന്താ തെളിവുണ്ടോ നിങ്ങളെ കയ്യില്? അതായത് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ദിൽഷാദ് എന്തോ വലിയൊരു തെറ്റും ചെയ്ത് വിട്ടതാണ് എന്നുള്ള തരത്തില്. ഞാൻ ആ വിദ്വാനോട് ചോദിച്ചു, നിങ്ങളെ കയ്യിൽ തെളിവുണ്ടോ? ആ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് തെളിവ് തരാനില്ല. അതുമാത്രമല്ല, പിന്നെ അയാൾ എൻ്റെ ഇതിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഇത് പോയിട്ട് മറ്റുള്ളവരോട് ബലമ്പാനോ അല്ലെങ്കിൽ ദിൽഷാദിന്റെ അയൽവാസി എന്ന് പറഞ്ഞിട്ട് ഒരുത്ത സംസാരിക്കുന്ന ഇതിനൊന്നും നമ്മൾ നിൽക്കൂല. കൃത്യമായിട്ട് നിങ്ങളെ കയ്യിൽ തെളിവുണ്ടാ? ആ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ദിൽഷാദ് ഇവിടുന്ന് എവിടെയോ പോയിട്ട് അയാൾ എന്തോ അപകടത്തിൽ പറ്റിയതാണ്, ഇല്ലെങ്കിൽ അയാളെ ആരെങ്കിലും ചതിച്ചതാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ നിന്ന് അയാൾ മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തന്നെ ഒരു പോസ്റ്റ് അങ്ങിട്ടത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ദിൽഷാദ് എന്ന് പറയുന്ന ആൾ ചെയ്തിരിക്കുന്ന ആ മണ്ടത്തരവും അത് തന്നെയാണ്. അതായത് അങ്ങേര് പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നുണ്ട്. ആ പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ അങ്ങേര് പറയുന്നത് എന്താ, അവിടെ റേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് അങ്ങേര് പറയുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ ചോദിച്ചോട്ടെ, ഈ പിന്നെ ഒരു 5-6 ദിവസം റേഞ്ചൊന്നും ഇല്ലാത്ത സ്ഥലത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ടവറിന് ഇന്ന് നമ്മുടെ നാട്ടിൽ റേഞ്ച് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ അവിടെ ഒരു മൊബൈൽ ഉണ്ടാകും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. വേറെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പോസ്റ്റ് വിട്ടങ്ങ് പോയിട്ട് വീട്ടുകാർ വിഷമിച്ച്, നാട്ടുകാരും വീട്ടുകാരും പിന്നീട് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റും ചെയ്ത്, ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഈ നിങ്ങളുടെ യാത്ര ടുഡേ എന്നുള്ള ആ ഒരു ചാനലിൽ നല്ല വിശ്വാസമുള്ള ആൾക്കാരും കാണുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മുഴുവൻ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
ആഫ്രിക്കയിലൊക്കെ പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, അപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് വന്നത് അതിൻ്റെ ദുരൂഹതയായിട്ട് നിങ്ങളെ കാണാനും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പല ആൾക്കാരും പലതരത്തിലും കമൻ്റ് ഇടും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ യൂട്യൂബർമാരും ചെയ്യുന്നത് പോലെ ഇയാളെന്തോ ഒരു പേരിനും ഇതിനും വേണ്ടിയിട്ടാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു ഇയാൾക്ക് പേരെടുക്കണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഇയാൾക്ക് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പേരുണ്ട്, നല്ല പേര് കിട്ടിയിട്ടുണ്ട്. കിണർ വരെ കുഴിച്ച് ഈ ആഫ്രിക്കയിൽ പോയിട്ട് കിണർ കുഴിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയും നല്ല പേരും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു പോസ്റ്റ് തൊട്ടിട്ട് ഇങ്ങനെ അങ്ങ് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെങ്കിലും ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ? അതായത് ഏതെങ്കിലും തരത്തിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ കുടുങ്ങിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ ഞാൻ കുഴപ്പമാക്കും എന്ന് പറയുന്ന ആരെയെങ്കിലും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ വന്നു. അതാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനെ ചിലപ്പോൾ കാണാതായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരും. അത് നമ്മൾ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ നാട് എങ്ങനെയാണ്, ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ചൊറിച്ചലാണ്. ഒരു ഗതിയും പരഗതിയില്ലാതെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കമന്റുകൾ അയച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല കമന്റ് മാത്രം വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടാ? അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള വേട്ടാവളിയന്മാർ കമന്റ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ട് സഹിക്കുന്നില്ലേ? അല്ലാതെ എന്ന് പറഞ്ഞാൽ അവനൊക്കെ പോയിട്ട് പ്രതികരിക്കാൻ നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിൽഷാദ് സംഭവിച്ചത് സംഭവിച്ചു. ഇനിയിപ്പോൾ വന്നിട്ട് യുവമാരെടുക്കാൻ ന്യായീകരണം നടത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട. കുറച്ച് ദുരൂഹത കൊണ്ട് ദിൽഷാദിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും തന്നെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതായത് നിങ്ങളൊരു പോസ്റ്റ് ഇടേണ്ടത് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഇടാം, ഇല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാം. അല്ലാതെ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങളെ കാണാനില്ല എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പല ചിന്തകളായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കമന്റിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ദിൽഷാദിനെ നാളെ തന്നെ കിട്ടണേ അങ്ങനെ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നവരൊന്നും അല്ല. എല്ലാവർക്കും തന്നെ ക്യൂരിയോസിറ്റിയാ. ഇവൻ ഒരുപാട് നാളായി ഇങ്ങനെ ഷൈൻ ചെയ്യുന്നു, ഇവൻ എന്താടി പറ്റിയത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം. അതുകൊണ്ട് ഈ കമന്റുകളെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെ നമുക്ക് സമൂഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, അത് അവറ്റകളുടെ ഹോബി തന്നെയാണ്. ഇനിയിപ്പോഴും കുറച്ച് ദിവസവും കൂടി നിങ്ങളെ കാണാതായി എന്നുള്ള വാർത്ത ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് അതിലും വലിയ പ്രശ്നത്തിലേക്കെല്ലാം പോകും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും താങ്കൾ ഇപ്പോഴും പറയുന്നത് പോലെ താങ്കളുടെ പിന്നെ പോലീസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ എന്താണ് താങ്കൾക്ക് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബൈക്ക് ആക്സിഡന്റ് നടന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം ഒരു ദൈവഹിതമാണ്. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഇട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് ഇതിലൊന്നും വലിയ കാര്യങ്ങളോ ഇതൊന്നുമില്ല. ഇതിങ്ങനെ കുറേ ആൾക്കാർ ചരച്ചുകൊണ്ടിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ അങ്ങ് വിട്ടോളുക. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെ കമന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും ചെയ്യണ്ട. അവരടുത്ത് എന്തോ ചെയ്തോട്ടെ. അവരിങ്ങനെ കമന്റുകൾ ഇട്ടുകൊണ്ടിരുന്നോട്ടെ. ഇത്രയേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.